ടി വി പ്രസാദും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, MLA-യുടെ വിശദീകരണം ഇതാണ്. ഏതായാലും അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ MLA പറയുന്നുണ്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ്, ഇയാൾ പ്രതിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസ് അയാളെ വിട്ടയക്കുന്നതെന്നാണ്. പക്ഷേ ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സമരമുഖത്തായതുകൊണ്ടാണ് അങ്ങനെയെന്ന് MLA വിശദീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അനധികൃതമായി ഉദ്യോഗസ്ഥർ ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു എന്നുള്ള ആരോപണം ആണ്. ഇപ്പോൾ MLA തിരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണല്ലോ. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം വിനീത, നമുക്കറിയാവുന്നതുപോലെ ജനപ്രതിനിധികൾ, അത് പഞ്ചായത്ത് മെമ്പർ മുതൽ MLA വരെയുള്ള പല ജനപ്രതിനിധികളും പലതരത്തിൽ വിവിധ ഓഫീസുകളിൽ ഇടപെടാറുണ്ട്. പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതീവ രൂക്ഷമായ ഘട്ടങ്ങളിലെല്ലാം വനപാലകർ ഉൾപ്പെടെ നോക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടേത് തന്നെയായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ സംഭവിച്ചത് KU ജനീഷ് കുമാറിന് കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നത് പോലെ വൈകാരിക പ്രകടനം കൂടിപ്പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെശക്. ഒരു പ്രദേശത്ത് വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുകയും നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി കടന്ന കൈ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഓഫീസിലേക്ക് കയറി ചെന്ന് ഭീഷണിയുടെ രൂപത്തിൽ ഉദ്യോഗസ്ഥരെ ആകമാനം ശകാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഉപയോഗിച്ച ചില വാക്കുകൾ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഭാവിയിൽ സംഘടനയിൽ, പാർട്ടിയിൽ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത് കത്തിക്കുമെന്നും രണ്ടാമത് നക്സൽ വരും എന്നൊക്കെ രീതിയിലുള്ള സംഭാഷണങ്ങൾ അവിടെ ഉപയോഗിച്ചതിലെ ഒരു രാഷ്ട്രീയ ശരിയില്ലായ്മയുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. മറുഭാഗത്ത് KU ജനീഷ് കുമാർ വരുന്നത്, അതിൻ്റെ മറുഭാഗം നമ്മൾ കാണേണ്ടത്, നാട്ടുകാർ അതിവൈകാരികമായി വന്യമൃഗശല്യത്തെ, വന്യമൃഗ ആക്രമണങ്ങളെ കാണുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഇതിൻ്റെ രണ്ടിലും ഇടയിലാണ് ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ, 4 മിനിറ്റ് 20 സെക്കൻഡുള്ള വീഡിയോ ആണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നതനുസരിച്ച് ഏതൊരാളും ഒരു MLA തികച്ചും അപക്വമായി ഒരു ഓഫീസിൽ കയറി പെരുമാറി എന്ന നിലയിലാണ് ആളുകൾ ഇതിനെ വിലയിരുത്തുക എന്ന കാര്യം ഉറപ്പാണ് വിനീത. ഒരു MLA, പ്രത്യേകിച്ച് ഭരണപക്ഷ MLA, CPIM-ന്റെ നേതാവ് എന്ന നിലയിൽ ഭരണപക്ഷ MLA-ക്ക് മന്ത്രി AK ശശീന്ദ്രനെ തന്നെ നേരിട്ട് വിളിക്കാം, അതുപോലെ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിക്കാം. ഏതെങ്കിലും രീതിയിൽ നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അവരെ മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്യുന്ന രീതി അവിടെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ പക്വമായി ഇടപെടാൻ പറ്റുന്നവരാണ് ജനപ്രതിനിധികൾ. എന്നിരിക്കെയാണ് ഇങ്ങനൊരു വികാരപ്രകടനം ഉണ്ടായത്. ആ വികാരപ്രകടനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മേശയുടെ മുകളിൽ ശക്തമായി അടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് കത്തിക്കും എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. വീണ്ടും രണ്ടാമതും നക്സൽ വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥനോട് പെരുമാറേണ്ട നിലയിലല്ല പല ഘട്ടങ്ങളിലും KU ജനീഷ് കുമാർ അതിൽ പെരുമാറിയത് എന്നും കാണാം. എന്തായാലും ജനീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ജനീഷിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വിശദീകരണം അതിലുണ്ട്. ഒരു ആന ചത്തതിൻ്റെ പേരിൽ നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനം അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായതുകൊണ്ടാണ് നിരന്തരമായ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ ജനം പ്രതിഷേധിക്കുന്നതിനിടെ ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നീക്കമുണ്ടായതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടി വന്നതെന്ന് പറയുന്നു. ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന എന്തായാലും ജിനീഷ് പറഞ്ഞ അത്തരം വാക്കുകൾ, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ, അത് വൈകാരിക പ്രകടനത്തിന്റെ ഭാഗമായി വന്നു പോയതാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിൽ തന്നെയാണ് ജിനീഷ് അതിൽ എന്തായാലും ഒരു കാര്യം എങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും ഒന്ന് ഭരണപക്ഷ MLA ആണ് ഈ വിഷയം ഉയർത്തി ഇത്രയധികം അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരുന്നത്. ഒരു വനം വകുപ്പ് ആ ഭാഗത്തുണ്ടായിട്ടും യാതൊരു വിധത്തിൽ നടപടികളും ഉണ്ടാകുന്നില്ല കാട്ടാന പ്രശ്നത്തിൽ. മാത്രവുമല്ല, അനധികൃതമായ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന നില പോലും ഉണ്ടാകുന്നു. സർക്കാർ എന്തായാലും ഭരണപക്ഷ MLA ഉയർത്തുന്ന ഈ വിഷയം തന്നെയാണ്, അതുകൂടി കാണേണ്ടതുണ്ട്. സർക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടതും, അല്ലേ? അത് അവിടെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇതിലിപ്പോൾ വെട്ടിലായിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ സർക്കാരാണ്, LDF ആണ്. കാരണം ആ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് MLA ആയ ജനീഷ് കുമാറാണ് ഈ പറയുന്ന വനം വകുപ്പ് ഓഫീസിലെത്തി
അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥയുടെ ഓഡിയോ സംഭാഷണമുണ്ട്, നമുക്കതുകൂടി കേൾപ്പിക്കാമെന്ന് തോന്നുന്നു വിനീത. കാരണം ആ ഉദ്യോഗസ്ഥ അതിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കസ്റ്റഡിയിലുള്ള ആളെ മോചിപ്പിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവരുടെ ഗ്രൂപ്പുകളിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയി എന്ന നിലയിലൊക്കെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയാണ്. കാരണം ജനങ്ങൾ ഒരു ഭാഗത്ത് വന്യമൃഗത്തിൻ്റെ വലിയ ശല്യത്താൽ വീർപ്പ് മുട്ടുമ്പോൾ ഒരു MLAയുടെ അനധികൃതമായ ഇടപെടൽ, അതല്ലെങ്കിൽ കൈവിട്ട വാക്കുകൾ ഉപയോഗിച്ച ഒരു സ്ഥിതി അവിടെ പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമൻ, എന്താണ് ഇപ്പോൾ നമ്മൾ MLAയുടെ വിശദീകരണം കൃത്യമായി തന്നെ കേട്ടു. അദ്ദേഹം പെരുമാറിയ രീതിയോട് നമുക്കും യോജിപ്പില്ല, അത് നമ്മൾ വീണ്ടും പറയുന്നു. ഇങ്ങനെയല്ല ഒരു MLA ഒരു ഓഫീസിൽ കയറി പെരുമാറേണ്ടത്, അദ്ദേഹം ഇടപെടേണ്ടിയിരുന്ന രീതിയും ഇങ്ങനെയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് സമരമുഖത്ത് നിൽക്കുകയായിരുന്നു, അപ്പോഴുണ്ടായ ഒരു വൈകാരിക പ്രകടനം എന്നത് തന്നെയാണ്. ഇതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ വിശദീകരണം എന്താണ്? ഇത്തരത്തിൽ അനധികൃതമായ അവിടെ കസ്റ്റഡി ഉണ്ടായിട്ടുണ്ടോ? സുജയ, ഇപ്പോൾ കോന്നി DFO നമ്മളെ അനൗദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്, അതായത് അവിടെ MLA വരികയും അത്തരത്തിൽ അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നുള്ളത് മറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും KU ദിനേശ് കുമാർ MLAയും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ നടന്നിരുന്നു. നമുക്കറിയാം, കോന്നി ആനത്താവളത്തിൽ ഒരു 4 വയസ്സുകാരൻ അവിടെ കോൺക്രീറ്റ് തൂൺ വീണ് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ KU ദിനേശ് കുമാർ MLA ആ വിഷയത്തിൽ ഒരു നിർണായകമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അത് പൂർണ്ണമായും വനപാലകരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. അവിടെ ഡ്യൂട്ടിയിൽ ആരാണോ ഉണ്ടായിരുന്നത് അവിടെ സുരക്ഷ നോക്കേണ്ട ഉത്തരവാദിത്വം വനപാലകർക്കായിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് KU ദിനേശ് കുമാർ MLA എടുത്തത്. അതിനെതിരെ വനപാലകർക്ക് ഇടയിൽ, അവരുടെ സർവീസ് സംഘടനകൾക്കിടയിൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെതിരെ പരസ്യമായിട്ടുള്ള സമരത്തിലേക്കും പോയിരുന്നു. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ വനപാലകരെ ബലിയാടാക്കുന്നു, താഴേക്കിടയിലുള്ള വനപാലകരെ ബലിയാടാക്കുന്നു എന്നൊരു പരാതി വനപാലകർക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ KU ദിനേശ് കുമാർ MLAയും വനംവകുപ്പും തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ നടന്നിരുന്നു. അതിനെ തുടർന്ന് മലയോര മേഖല ആയതിനാൽ തന്നെ വനമേഖലയും ഈ ഗ്രാമീണ മേഖലയും അതിൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ കാട്ടാന ശല്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ജനപ്രതിനിധികളെല്ലാം ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ വനപാലകർ കൃത്യമായി അവർ കേസെടുക്കുകയും അതിൻ്റെ അന്വേഷണത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നാണ് എല്ലാ ജനപ്രതിനിധികളും പറയുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് ഓഫീസിനുള്ളിൽ കയറി KU ദിനേശ് കുമാർ MLA പരിധി വിട്ട് സംസാരിക്കുന്ന ആ ഒരു സംഭവങ്ങളിലേക്ക് പോയത്. ഏതായാലും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ചില ഗൗരവമുള്ള വാക്കുകൾ തന്നെ MLA പ്രയോഗിച്ചതാണ് ഇപ്പോൾ അത് അത് തന്നെയാണ് വലിയ ചർച്ചയും വിവാദവും ആയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമന് TV പ്രസാദുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിലായി പോയി MLAയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്ന് പറയാതെ വയ്യ. പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ജനപ്രതിനിധികൾ, അവിടുത്തെ ജനപ്രതിനിധികൾ KU ദിനേശ് കുമാർ ഉൾപ്പെടെയുള്ള ഉയർത്തുന്ന കാതലായ ചില പ്രശ്നങ്ങളുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അത്തരത്തിൽ അനധികൃത കസ്റ്റഡി ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്നാൽ MLA മറുത്തു തന്നെ പറയുന്നു. MLA ഉയർത്തിയ ഭീഷണി സ്വരത്തിലുള്ള വാക്കുകളും അല്ലെങ്കിൽ പ്രതികരണവും അത് ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. ഏതായാലും ഇത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും, വരും മണിക്കൂറുകളും എന്ന കാര്യത്തിൽ തർക്കമില്ല. വനമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. സർക്കാർ നിലപാട് എന്താണെന്ന് കൂടി അറിയണം. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചെത്താം.